SIR ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥർ കടുത്ത സമ്മർദ്ദം നേരിടുന്നു എന്ന പരാതികൾ തള്ളുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. കളക്ടർമാർ BLOമാരെ ഭീഷണിപ്പെടുത്തിയിട്ടില്ല എന്നും സമ്മർദ്ദം ചെലുത്തുന്നില്ല എന്നും മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ ഖേൽക്കർ ഇന്ന് വാർത്താസമ്മേളനത്തിലൂടെ വ്യക്തമാക്കി. തെറ്റായ വാർത്തകൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെയും BLOമാരുടെ ജോലി തടസ്സപ്പെടുത്തുന്നവർക്കെതിരെയും ക്രിമിനൽ നടപടി സ്വീകരിക്കുമെന്നുമാണ് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ നിലപാട്. കേൾക്കാം വാക്കുകൾ. കൂട്ടായ്മ പ്രവർത്തനത്തോടു കൂടി എല്ലാ ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് സഹായിച്ചുകൊണ്ട് തന്നെ ഒരാൾക്ക് പ്രയാസം വരാത്ത രീതിയിൽ നമ്മൾ പരമാവധി എല്ലാവരെ സഹായിച്ചുകൊണ്ട് തന്നെയാണ് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബൂത്ത് ലെവൽ ഓഫീസേഴ്സിൻ്റെ ജോലി തടസ്സപ്പെടുത്താൻ അവിടെ കുറേ ആൾക്കാർ ശ്രമിച്ചിട്ടുണ്ട്, ആ ജില്ലയിൽ ശ്രമിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ. നമ്മുടെ കൃത്യമായിട്ട് ജോലി ചെയ്യുന്ന ബൂത്ത് ലെവൽ ഓഫീസേഴ്സിന് അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്ന ആരെങ്കിലും ആണെങ്കിൽ അവരുടെ എതിരെ ഇലക്ഷൻ കമ്മീഷന് സ്ട്രിക്റ്റ് ആയിട്ടുള്ള ഒരു ഇൻസ്ട്രക്ഷൻസ് ഓൾറെഡി ജില്ലാ കളക്ടർമാർ കൊടുത്തിട്ടുണ്ട്. അതായത് അവരുടെ എതിരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള ക്രിമിനൽ ആക്ഷൻ എടുത്തിരിക്കണം എന്നുള്ളതാണ് ഇലക്ഷൻ കമ്മീഷൻ എല്ലാവർക്കും അറിയിച്ചിട്ടുള്ളത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. ആലപ്പുഴയിൽ BLOമാർക്ക് കടുത്ത മാനസിക സമ്മർദ്ദം എന്ന പരാതി ജില്ലാ കളക്ടർ ശാസ്തിയെന്ന് ചില BLOമാർ പറയുന്നു. അതേസമയം BLOമാരിൽ ചിലർ ചടങ്ങ് പോലെ പണിയെടുക്കുകയാണെന്ന് കളക്ടർ ആരോപിക്കുന്നു. ഫീൽഡിൽ നേരിട്ടിറങ്ങി പരിശോധിക്കുമെന്നും ടാർഗറ്റ് പൂർത്തിയാക്കാൻ നിർദ്ദേശം നൽകുക മാത്രമാണ് ചെയ്തതെന്നും കളക്ടർ അലക്സ് വർഗീസ് പറഞ്ഞു. നിങ്ങൾ ഞങ്ങൾക്ക് പ്രഷർ തന്നോ ഒന്നും അല്ല പറഞ്ഞത്. നമുക്കൊരു ടൈം ബോണ്ട് തന്നിട്ടുണ്ട്. അതിനനുസരിച്ച് ഡിസംബർ 5 വരെയാണ് പറഞ്ഞത്. പിന്നെ നവംബർ 15-ാം തീയതി ഫോം കൊടുത്തു തീർക്കണം, 25-ാം തീയതി തിരിച്ചു വാങ്ങണം. ഇങ്ങനെ ഒരു ടൈം ബോണ്ട് തന്നിട്ടുണ്ട്. ആ ബോണ്ട് അതിനനുസരിച്ച് നമ്മൾ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യും, അത് തീർക്കുകയും ചെയ്യും. അല്ലാതെ ഈ സമ്മർദ്ദം IT ഫീൽഡിലുള്ളവർ സമ്മർദ്ദം കൂടുതലുണ്ട്, അവർ ആത്മഹത്യ എന്ന് അതിനെ ന്യായീകരിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലർക്ക് എല്ലാവരും ഒരുപോലെ ആയിരിക്കില്ലല്ലോ, മനുഷ്യരെല്ലാം പല സാഹചര്യങ്ങളും പല രീതിയിലുണ്ടാവില്ല. അപ്പോൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ പറഞ്ഞാൽ മതി. അല്ലാതെ ഒരു മരണത്തെ വേറെ ഇത് വെച്ചുകൊണ്ട് ന്യായീകരിക്കേണ്ട ഒരു ആവശ്യവും ഇല്ല. സമ്മർദ്ദം ഒന്നും അവർക്കൊരു വിഷയമല്ലല്ലോ. അപ്പം സാറ് ചെയ്ത് തീർക്ക്. അത് ഞാൻ കളക്ടർക്ക് പിന്നെ ഈ സമ്മർദ്ദം കളക്ടർക്ക് ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരു മരണം പോലും ഒരു ഈ സജീവ് സാറ് ഇത്ര ലഘൂകരിച്ച കാര്യം ഞാൻ കളക്ടർക്ക് ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. അതല്ല ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ നമുക്ക് പരിശോധന വേണം. പ്രമേഷ് കുമാറും ഒപ്പം AV ഉണ്ണികൃഷ്ണൻ കൂടി നമ്മോടൊപ്പം ചേരുകയാണ്. പ്രമേഷ്, ഈ വിഷയത്തിൽ ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ നടത്തിയ വാർത്താ സമ്മേളനമുണ്ട്. അതായത് ഇത്തരം സമ്മർദ്ദങ്ങൾ ഒന്നുമില്ല, എല്ലാം അദ്ദേഹം ഇത്തരം ആവലാതികളും പരാതികളും ഒക്കെ തന്നെ തള്ളിക്കളയാണ്. അപ്പോൾ അങ്ങനെ ഈ വിഷയത്തെ അനീഷ് ജോർജിന്റെ മരണത്തിന് ശേഷം ചില പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. ചില പ്രശ്നങ്ങളെ BLOമാർ ഒരു പർവ്വതീകരിക്കൽ ഉണ്ടാകുന്നുണ്ടോ? അല്ല, BLOമാർക്ക് ജോലി സമ്മർദ്ദമുണ്ട് എന്നുള്ള കാര്യം സത്യമാണ്. കാരണം വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ഇത്രയും വോട്ടർമാരെ കണ്ടെത്തുക, അവർക്ക് ഈ ഫോം നൽകുക, ഫോം സമയബന്ധിതമായി പൂരിപ്പിച്ച് തിരിച്ചു വാങ്ങുക, അത് ഡിജിറ്റൈസ് ചെയ്യുക എന്നൊക്കെയുള്ള ഒരു വലിയ ജോലിയാണ്. ഇവിടെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ബീഹാറിലൊക്കെ ഏതാണ്ട് 9 മാസം സമയമെടുത്താണ് ചെയ്തത് ഈ പ്രക്രിയ. അതിൻ്റെ പല ഘട്ടങ്ങളിലൂടെ കടന്ന് പല പരാതികളൊക്കെ തീർത്ത് അതെ, ഇവിടെ ഒരു 30 ദിവസം മാത്രം. അതെ, ഇവിടെ വളരെ പെട്ടെന്നാണ് ഈ പറഞ്ഞ ഈ പ്രക്രിയ നടക്കുന്നത്, വളരെ പെട്ടെന്ന് നടക്കുന്നത്. അപ്പം എനിക്ക് തോന്നുന്നത് ആ സമയത്തിനുള്ളിൽ തീർക്കുക. കാരണം ഇത് സമയം നീട്ടി നൽകുമെന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അത് തരില്ല എന്ന് ഇപ്പോൾ തന്നെ നമ്മുടെ ഇലക്ഷൻ ഉദ്യോഗസ്ഥൻ അറിയിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ സമയബന്ധിതമായി തീർക്കാനുള്ള ശ്രമമുണ്ട്. പിന്നെ ഈ പ്രത്യേകിച്ച് ഗ്രാമപ്രദേശങ്ങളൊക്കെ തന്നെ വോട്ടർമാരെ കണ്ടെത്തുക, പിന്നെ ഇതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു വലിയ ബോധവൽക്കരണം വളരെ പ്രധാനപ്പെട്ടതാണ്. പല വോട്ടർമാർക്കും ഇങ്ങനൊരു SIR എന്ന് പറയുന്ന തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം രാജ്യത്ത് നടക്കുന്നുണ്ട് എന്ന് അറിയാത്തവരുണ്ട്, അതിൻ്റെ ഗൗരവം മനസ്സിലാവാത്തവരുണ്ട്. അപ്പോൾ അവരുടെ മാത്രമല്ല, ഇതിനകത്ത് ധാരാളം വിവരങ്ങൾ ചേർക്കണം. ഇപ്പോൾ നമ്മൾ 2002 വോട്ടർ പട്ടികയിൽ പേരുണ്ടെങ്കിൽ അത് സംബന്ധിച്ചുള്ള വിവരങ്ങളൊക്കെ എടുക്കണം. പല വോട്ടർമാർക്കും അത് സംബന്ധിച്ച് ഡിജിറ്റൽ ആയിട്ടുള്ള വിവരങ്ങൾ തേടാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതും BLOമാരാണ് ചെയ്തു കൊടുക്കുന്നത്. ഇത് ഫോം നൽകൽ മാത്രമല്ല, ഇപ്പോൾ ഗ്രാമീണ മേഖലയിലൊക്കെ തന്നെ ഇത് പൂരിപ്പിച്ച് നൽകുന്നതും BLOമാർ തന്നെയാണ്. അപ്പോൾ അങ്ങനെയുള്ള പ്രയാസമുള്ള കാര്യങ്ങളുണ്ട്. പിന്നെ വോട്ടർമാരെ കണ്ടെത്താൻ ശ്രമമുണ്ട്. ഇപ്പോൾ ഇവിടെ രത്തൻ ഖേൽക്കർ പറഞ്ഞത് ഏതാണ്ട് 95% ഫോമുകളും വിതരണം ചെയ്തു എന്നുള്ളതാണ്. ഞാനൊരു BLO കഴിഞ്ഞ ദിവസമാണ് കണ്ടത്. എൻ്റെ സ്വന്തം കാര്യം അനുഭവം പറയുകയാണ്. അപ്പോൾ നമ്മൾ തന്നെ BLO കണ്ടുപിടിച്ചാണ് ഈ ഫോം വാങ്ങിയത് തന്നെ. മാത്രമല്ല, BLOയുടെ കയ്യിൽ കെട്ടുകണക്കിന് പേപ്പറുകൾ ഇരിക്കുകയാണ്. വളരെ പരിഭ്രമത്തോടു കൂടിയാണ്. ശരിക്കും ഈ ഇക്കാര്യത്തിൽ എന്താണ്, കാരണം ഈ
ആദ്യോ മുതൽ താഴെത്തട്ട് വരെയുള്ള ആളുകളൊക്കെ വിളിക്കുകയാണ് ഏതെങ്കിലും തരത്തിലൊരു പിഴവുണ്ടായാലെന്ന് പറയുകയാണ് ഓരോരുത്തർ BLOമാർ. പിന്നെ സമയം രാവിലെ 9:00 കയറുമ്പോൾ രാത്രി 9:30 വരെ നീങ്ങുക എന്ന് പറയുമ്പോൾ വല്ലാത്തൊരു ഒരു സമ്മർദ്ദം അല്ലെങ്കിൽ ഒരു തൊഴിൽ ഭാരം ഇവർ അനുഭവിക്കുന്നുണ്ടോ? അല്ല, തൊഴിൽ ഭാരമുണ്ട്, സത്യമാണ്. പിന്നെ മാത്രമല്ല, ഈ ഇത്രയും വലിയ പ്രക്രിയയാണ്. ആ എന്യൂമറേഷൻ ഫോം കണ്ടാൽ പ്രജീഷിന് മനസ്സിലാവും അത്രയും അതിൽ പണിയുണ്ട്. അതിന് പിന്നെ ഉറപ്പായും രാഷ്ട്രീയ പ്രവർത്തകരുടെ BLOമാരുടെ സഹകരണം വേണം, വോട്ടർമാരും സഹകരിക്കണം, ഇതൊക്കെ വേണം. പക്ഷേ എങ്കിൽ പോലും കേരളത്തിൽ ഇതൊക്കെ നടക്കുന്നതാണ്. ഇതിന് ഡിലേ വന്നത് അതിന് മറ്റൊരു രാഷ്ട്രീയക്കാരനും കൂടി സംശയിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ SIRനെ കേരളത്തിലെ പ്രമുഖ രാഷ്ട്രീയ പാർട്ടികൾ UDFും LDFും ആദ്യം തന്നെ എതിർത്ത ഘട്ടത്തിൽ താഴെ തട്ടിലുള്ള അണികൾക്ക് അതിനോട് നിസ്സഹകരിക്കണമോ എന്ന സന്ദേശം കിട്ടിയിട്ടുണ്ടോ എന്ന കാര്യത്തിൽ ഒരു സംശയമുണ്ട്. കാരണം അത് ഒരു പക്ഷേ താഴെ തട്ടിൽ നിസ്സഹകരണം വരാൻ സാധ്യത അതായിരിക്കാം. അത് രാഷ്ട്രീയമായ എതിർപ്പ് നിലനിൽക്കുമ്പോഴും ഭരണഘടനാപരമായി നമുക്കുള്ള ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷനോട് നമ്മുടെ ജനാധിപത്യത്തിലുള്ള ഉത്തരവാദിത്തം നിർവഹിക്കേണ്ടതുണ്ട്. അവർക്കുണ്ട്. അപ്പോൾ ഇത് എതിർക്കപ്പെടേണ്ട ഒരു സംഭവമായതുകൊണ്ട് തന്നെ നിസ്സഹകരണമാവാം എന്ന മനോനിലയിൽ താഴെ അണികളെത്തിയിരിക്കാനുള്ള സാധ്യതയുമുണ്ട്. മാത്രമല്ല ഇപ്പോൾ ഇത് കേരളത്തിൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഈ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്ന് ചെയ്യേണ്ടതല്ല. ശരിക്കും ഇപ്പോൾ 2002 അത് നടപ്പാക്കി കഴിഞ്ഞിട്ട് എത്രയും വർഷം 23 വർഷത്തും കഴിഞ്ഞില്ലേ. അപ്പോൾ വളരെ സമഗ്രമായി വോട്ടർ പട്ടിക പരിഷ്കരിക്കേണ്ടതാണ്. കാരണം അതിനകത്ത് മരിച്ചുപോയവരുണ്ട്, ഇരട്ട വോട്ടുകളുണ്ട്, ധാരാളം പേർക്ക് വോട്ട് ചേർക്കാനുണ്ടാവും.